ഒറ്റയൊരു നമ്പർ വെച്ച് നിങ്ങളുടെ പ്രോഡക്റ്റ് വിജയിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റിയാലോ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനൊരു സിമ്പിൾ പക്ഷേ ഭയങ്കര പവർഫുള്ളായൊരു റൂളിനെ പറ്റിയാണ്. അതാണ് 40% റൂൾ. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു വലിയ ചോദ്യമുണ്ടല്ലേ, ആളുകൾക്ക് ഇത് ഉണ്ടെങ്കിൽ കൊള്ളാം എന്ന് തോന്നുന്നൊരു സാധനമാണോ, അതോ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒന്നാണോ? ഈ ഒരു വ്യത്യാസമുണ്ടല്ലോ, അത് മനസ്സിലാക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ വെറുതെ ഊഹിച്ച് കളിക്കാതെ കറക്റ്റ് ഡേറ്റ വെച്ച് ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നമ്മൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഇപ്പോൾ നോക്കിയേ, ഡെയിലി എത്ര യൂസേഴ്സ് ഉണ്ട്, എത്ര പേര് സൈനപ്പ് ചെയ്തു എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും, ശരിയാണ്. പക്ഷെ അതൊക്കെ സത്യം പറഞ്ഞാൽ വെറും പുറംമോടി മാത്രമാണ്. അസല് കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രോഡക്റ്റ് നാളെ മുതൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിഷമമാകുമോ? ആ ഒരു ഇമോഷണൽ കണക്ഷൻ, അത് അളക്കാൻ ഒരു കിടിലൻ വഴിയുണ്ട്. ഇതാണ് ആ മാജിക് ചോദ്യം. ഈ പ്രൊഡക്റ്റ് ഇനി ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും? കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നാമല്ലേ? പക്ഷെ ഒരു കസ്റ്റമറുടെ ഉള്ളിലിരിപ്പ് അറിയാൻ ഇതിലും പവർഫുള്ളായ വേറൊരു ചോദ്യമല്ല, ഉറപ്പാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് മൂന്ന് ഓപ്ഷനുകളേ ഉള്ളൂ, വളരെ ക്ലിയറാണ്. ഈ 3 ഉത്തരങ്ങൾ വെച്ച് നമ്മുടെ യൂസേഴ്സിനെ കൃത്യമായിട്ട് 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ പറ്റും. ശരി, ഇപ്പോൾ നമുക്ക് ഉത്തരങ്ങളൊക്കെ കിട്ടി. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അല്ലേ? ഈ ഉത്തരങ്ങളെ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുന്ന, നമ്മുടെ തീരുമാനങ്ങളെ സഹായിക്കുന്ന ഒരു സ്കോറാക്കി മാറ്റാം? നമുക്ക് നോക്കാം. ഈ സ്കോർ ശരിക്കും അളക്കുന്നത് എന്താണെന്നറിയോ? പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അഥവാ PMF. അതായത് സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ നല്ലൊരു ഡിമാൻഡുണ്ടോ, ആളുകൾക്കിത് ശരിക്കും ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഈ സ്കോർ. ഇപ്പോൾ ഈ കാണുന്ന ചാർട്ട് നോക്കിയേ. ഒരു സർവേ നടത്തിയാൽ ഏകദേശം ഇതുപോലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. ഇതിൽ പല പല കളറൊക്കെ കാണാമെങ്കിലും നമ്മുടെ ഫോക്കസ് മുഴുവൻ ഒരൊറ്റ കാര്യത്തിലാണ്, ആ വളരെ നിരാശ തോന്നും എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ മാത്രം. ഇത് കണ്ടിട്ട് പേടിക്കണ്ട, കണക്കുകൂട്ടൽ ഭയങ്കര സിമ്പിളാണ്. ആകെ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ: വളരെ നിരാശ തോന്നുമെന്ന് പറഞ്ഞവർ മൊത്തം ആളുകളുടെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കുക. അത്രയുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം മറ്റെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പ്രൊഡക്റ്റിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഈ കൂട്ടരിൽ ശ്രദ്ധിക്കുന്നതാണ്. ഓക്കേ, അപ്പോൾ നമുക്കൊരു സ്കോർ കിട്ടി. പക്ഷേ ഈ നമ്പർ നല്ലതാണോ ചീത്തയാണോ എന്നെങ്ങനെ അറിയും? എന്താണ് നമ്മുടെ ടാർഗറ്റ്? വിജയിക്കുന്ന പ്രൊഡക്റ്റുകളെ അല്ലാത്തവയിൽ നിന്ന് വേർതിരിക്കുന്ന ആ ഒരു മാജിക് നമ്പർ അതെന്തായിരിക്കും? ഇതാണ് ആ നമ്പർ, 40%. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ യൂസേഴ്സിൽ മിനിമം 40% പേരെങ്കിലും ഈ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ നിരാശയാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ ശരിയായ ട്രാക്കിലാണ്. നിങ്ങൾക്കൊരു സ്ട്രോങ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഇനി എല്ലാവർക്കും ഒറ്റയടിക്ക് 40%-ലെത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളുടെ സ്കോർ എവിടെയാണെന്ന് അനുസരിച്ച് ഈ ഫിറ്റിനെ നമുക്ക് പല ലെവലായിട്ട് തിരിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. എല്ലാം ക്രിസ്റ്റൽ ക്ലിയറാണ്. നിങ്ങളുടെ സ്കോർ 40%-ന് മുകളിലാണോ? എങ്കിൽ നിങ്ങളുടെ ഫിറ്റ് സ്ട്രോങ് ആണ്. ഇനി 25-ലും 39-നും ഇടയിലാണെങ്കിലോ? നിങ്ങളൊരു വളർന്നു വരുന്ന സ്റ്റേജിലാണ്. പക്ഷേ സ്കോർ 25-ൽ താഴെയാണെങ്കിൽ ഫിറ്റ് വീക്കാണ്. അതിൻ്റെ അർത്ഥം ഇനിയും ഒരുപാട് പണിയെടുക്കാനുണ്ട് എന്ന് തന്നെയാണ്. ഈ ബാർ ചാർട്ട് നോക്കുമ്പോൾ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാകും, അല്ലേ? ഒരു വീക്ക് ഫിറ്റിൽ നിന്ന് സ്ട്രോങ് ഫിറ്റിലേക്കുള്ള ആ ഒരു ജമ്പ് എത്രത്തോളം വലുതാണെന്നും എത്ര പ്രധാനപ്പെട്ടതാണെന്നും ഈ ഒരു ഒറ്റ ചിത്രം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ സ്കോറൊക്കെ കണ്ടുപിടിച്ചു. പക്ഷേ വെറുതെ ഈ നമ്പർ അറിഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഈ കിട്ടിയ വിവരം വെച്ച് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് അടിപൊളിയാക്കാം? റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് ആളുകൾക്ക് വളരെ നിരാശ തോന്നുന്നത് എന്ന് ആഴത്തിൽ മനസ്സിലാക്കുക. രണ്ടാമത്, ആ കാരണങ്ങൾ വെച്ച് പ്രോഡക്റ്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. മൂന്നാമത്തേത്, കുറച്ചു കാലം കഴിഞ്ഞ് ഈ സർവേ വീണ്ടും നടത്തി നമ്മൾ മെച്ചപ്പെട്ടോ എന്ന് നോക്കുക. സിമ്പിൾ. അപ്പോൾ ഒന്നോർക്കുക, ഈ 40% റൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു ഗ്രേഡ് ഇടാനുള്ള ഒരു പരിപാടി മാത്രമല്ല. അതിലുപരി നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇതില്ലാതെ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനുള്ളൊരു വഴികാട്ടിയാണ്. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നാളെ പെട്ടെന്നങ്ങ് പോയാൽ വല്ലാത്തൊരു മിസ്സിംഗ് ആകുന്ന ഒരു പ്രോഡക്റ്റ് ഏതാണ്? ഒരുപക്ഷെ അത് നിങ്ങളുടെ ഫോണായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാർ. എന്തായാലും ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ശരിക്കുള്ള പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റിനും ആളുകളുടെ മനസ്സിൽ ആ ഒരിടം കിട്ടട്ടെ.